ഹലോ വെൽക്കം ടു റിസസ് കിച്ചൻ. എന്തൊക്കെ വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വെഡ്ഡിങ് വ്ളോഗാണ്. കുറച്ചധികമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ സെൻഡ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, വേണ്ടാന്ന് വെച്ചതായിരുന്നു വെഡ്ഡിങ് വ്ളോഗ് സെൻഡ് ചെയ്യേണ്ടാന്ന്. പിന്നെ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു വെഡ്ഡിങ് വ്ളോഗ് ഇല്ലേന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്ലിപ്പും എൻ്റെ ഫോണിലുള്ള ക്ലിപ്പും അതേപോലെ മറ്റ് ഫോണിലുള്ള ക്ലിപ്പൊക്കെ പാടെ കിട്ടി. അതൊന്ന് സെറ്റാക്കി വന്നപ്പോഴത്തേന് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കല്യാണത്തിന് 2 ആഴ്ച മുന്നേ തന്നെ കല്യാണത്തിൻ്റെ അന്ന് നിക്കാഹിൻ്റെ അന്നേക്കുള്ള ഡ്രസ്സ് കസ്റ്റമൈസ്ഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു പിക്കാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതുപോലെ ചെയ്ത് വരുമ്പോഴത്തേന് ഒരുപാട് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് തരികയാണ്. കുറച്ച് മെഷീൻ വർക്കും അതേപോലെ ഹാൻഡ് വർക്കും കൂടെ മിക്സഡ് ആക്കിയിട്ടാണ് അവർ ചെയ്ത് തരുന്നത്. റെഡ് കോമ്പോയിൽ വരുന്ന കോസ്റ്റ്യൂം ആയിരുന്നു ഞാൻ നിക്കാഹിൻ്റെ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് നിക്കാഹിൻ്റെ അന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ എന്ന് പലരും അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ ഡ്രസ്സ് നേരെ കല്യാണത്തിൻ്റെ തലേന്ന് മെഹന്തി നൈറ്റിനാണ് പിന്നീട് ഇത് ഇടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡിസൈനിൽ പകുതിയോളം കുറച്ചിട്ടാണ് പിന്നെ ഡിസൈൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ളത്. ഒഴിവാക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ വെട്ടിന്നൊക്കെ ഡിസൈൻ തുടങ്ങിയത് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേണ്ട കുഴപ്പമില്ല, എന്നാൽ അത് തലേന്നേക്ക് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഫാമിലിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായിട്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള പർച്ചേസും കാര്യങ്ങളും എടുത്തു. പിന്നെ എനിക്ക് ഗോൾഡ് എടുത്തു. അത് കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ഞാൻ മീഷോന്ന് ഞാൻ ഐഷാഡോ പാലറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല ന്യൂഡ് ഷെയ്ഡിൽ വരുന്ന ഒരുപാട് കളേഴ്സ് വരുന്ന ഐഷാഡോ പാലറ്റ് ആയിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു മിററും അതേപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന ഒരു ഐഷാഡോ പാലറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിനുശേഷം പിന്നെ കല്യാണത്തിന് അല്ലെങ്കിൽ മെഹന്തി നൈറ്റിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞാൻ കസ്റ്റമൈസർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെഹങ്ക എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കേർട്ടും ഒന്നുമില്ല, എൻ്റെ വീണ്ടും റിട്ടേൺ കൊടുത്തിട്ട് സ്കേർട്ടുമ്പോൾ കുറച്ച് വർക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഗോൾഡൻ കപ്പിന് ഞാൻ എന്ത് ചെയ്തു, നിക്കാഹിൻ്റെ അന്നേക്കും പിറ്റേ ദിവസം റിസപ്ഷനിലേക്കുള്ള ജ്വല്ലേഴ്സ് എടുക്കുകയാണ്, റെൻ്റൽ ജ്വല്ലേഴ്സ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പർച്ചേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് അല്ല. കാരണം അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി, നല്ല ലേറ്റ് ആയിട്ടാണ് രാത്രി വന്നിട്ടുള്ളത്. രാവിലെ 18-ാം തീയതി രാവിലെ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മകളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ നല്ല ഭംഗിയിൽ ഹാൻഡ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവൾ ഇട്ട് തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈം മൈലാഞ്ചി ഇടാനിരുന്നു. ഫുൾ ഡേ മൈലാഞ്ചി ഇടലായിരുന്നു എന്ന് തന്നെ പറയാം. ഫുൾ ഡേ അങ്ങനെ പോയി. പിന്നെ വ്ളോഗ് എടുത്താലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഇക്കാക്കാരെന്നെ സ്വയം ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്, ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ. അപ്പം അന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, ഫാമിലിയിലുള്ളവർ തന്നെ. അപ്പോൾ എല്ലാവരും വരുന്ന ഇടയിൽ അവർ ഓരോരുത്തരെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം, ഇതുവരാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരും വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു അത് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. അങ്ങനെ കൈ മുഴുവനായിട്ട് മൈലാഞ്ചിട്ട് കൈ ഫുള്ളായിട്ട് അവളോട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അവൾ എനിക്ക് നന്നായിട്ട് മൈലാഞ്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. കൈമത്ത് കഴിഞ്ഞ് ഇനി കാൽമക്കാണ്, അത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇടാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് കൈയും കാലും ഫുള്ളായിട്ട് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ എനിക്ക് മൈലാഞ്ചി ഇട്ടിട്ട് അവൾ നല്ല ഭംഗിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. കല്യാണ തലേന്ന് മോർണിംഗിലത്തെ വ്യൂസാണ്. രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഫേഷ്യൽ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഗോൾഡൻ കപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള റെൻ്റൽ ജ്വല്ലറീസ് വാങ്ങുന്ന ഡേറ്റ് ആയിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കസിനും കൂടെ പോകുന്നത്. അപ്പോൾ മോർണിംഗിൽ എല്ലാവരും ഭക്ഷണം കഴിക്കലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. അന്ന് ഈവനിങ് ആയപ്പോൾ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്നുള്ള ഇതിൽ ഞാൻ പെട്ടെന്ന് വന്നപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് എനിക്ക് ഹൽദി അങ്ങനത്തെ പ്രോഗ്രാം എൻ്റെ കസിൻസുകൾ തന്നെ
കസിൻസുകൾ തന്നെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം അങ്ങനെയല്ല ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തികച്ചും ഡിഫറൻസ് ആയ രീതിയിൽ, എന്നെ ഹാപ്പി ആക്കുന്ന രീതിയിൽ, നല്ല രീതിയിലാണ് അവർ ഒരുക്കങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് ആയിട്ട് റെഡ് കോസ്റ്റ്യൂമിൽ ഞാൻ ഗുലാബി നൈറ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു 11 മണി 12 മണിയായപ്പം അളിയൻസും ബ്രദേഴ്സും ഉപ്പാസും എല്ലാവരും കൂടെ ചേർന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് പാർട്ടിയാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ പാട്ട് പാടുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഒപ്പനാവുന്നു, അവരെന്നെ ഓൺ വോയിസിൽ പാടുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്പീക്കറിലിട്ടിട്ട് പിന്നെ ജസ്റ്റ് എന്നെ മണവാട്ടിയാക്കി ഇരുത്തിയിട്ട് അങ്ങനെ കുറേ ഡാൻസും കളികളും ഒക്കെ ആയിരുന്നു. വളരെയധികം ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു മെമ്മറീസാണ്. കാരണം പിറ്റേന്ന് ദിവസം നിക്കാഹാണ്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ജീവിതമായിപ്പോയി. പക്ഷെ അതൊന്നും നമുക്ക് മൈൻഡിലുണ്ടാവില്ല ഈ ഒരു ടൈമിൽ. കാരണം എല്ലാവരും കൂടെ ഒരേ പ്രായത്തിൽ ആണ്ട് കളിയും തമാശയും ഒക്കെ പാടായിരുന്നു കേട്ടോ. വളരെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു. ലാസ്റ്റ് വെച്ച് അവർ എനിക്ക് വേണ്ടിയിട്ട് എന്നെ ട്രോളുന്ന രീതിയിലായിരുന്നു കേട്ടോ ഒപ്പന കളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ കസിനെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത്, ഉപ്പാൻ്റെ സിസ്റ്ററിൻ്റെ മോനെ. അപ്പം അമ്മായിമാൻ്റെ ആ ഒരു സോങ്ങും വെച്ചിട്ടായിരുന്നു ലാസ്റ്റ് എൻ്റെ ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരുപാട് സിസ്റ്റേഴ്സും ബ്രദേഴ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം കല്യാണ പ്രോഗ്രാം അല്ലാതെ തന്നെ എന്ത് പ്രോഗ്രാമായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ആൾക്കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. കാരണം അവർ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മക്കൾ, മരുമക്കൾ, പേരമക്കൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ് കേട്ടോ ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷൻസ് ആണോ ആ സിറ്റുവേഷൻസൊക്കെ ഇവരൊക്കെ പാടെ ചെന്നിട്ട് തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് ഓവർകം ചെയ്യും. അതുമാത്രമല്ല എല്ലാവരും ഒരേ ബിഹേവിയർ ആയിരിക്കും. എൻ്റെ ഒപ്പം ഒരു വല്ലാത്ത എൻ്റെ ഒപ്പമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. എൻ്റെ മുടിമുണ്ടായിരുന്ന മുല്ലപ്പും മറ്റു മുല്ലപ്പും ഒക്കെ പാടായിട്ട് എടുത്തിട്ട് എറിഞ്ഞൊരു കഥയായിരുന്നു. അങ്ങനെ അന്നത്തെ നൈറ്റിൻ്റെ പ്രോഗ്രാം തീർന്നു. പിറ്റേന്ന് ദിവസം നിക്കാഹാണ്. ആ നിക്കാഹ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സൈലൻറ്റ് മൂഡിയിരുന്നു കേട്ടോ. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നടക്കാൻ പോകണമെന്നുള്ള ഒരു പ്രയോറിറ്റിയാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. 20-ാം തീയതി രാവിലെ 11:30 നിക്കാഹ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈവായിട്ടും ഡയറക്റ്റായിട്ടും എൻ്റെ നിക്കാഹ് കാണുവാൻ പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടക്കുന്നത് ഞാൻ ഡയറക്റ്റ് نكاحها وتزويجها بالمهر المذكور ورضيت به.
എൻ്റെ മകൾ സുഹാന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു. നിങ്ങളുടെ മകൾ മഹറിന് പകരം താങ്കൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ, ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റേജിലേക്കുള്ള എൻട്രൻസിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മഹാറാണിയിലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് രാത്രി അവിടുത്തെ കല്യാണത്തലേന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സെയിം എൻ്റെ വീട്ടിൽ തന്നെ കലാപരിപാടികൾ അവിടെയും ഉണ്ടായിരുന്നു. കാരണം സെയിം കുടുംബക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെയാണ് പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി പിന്നെ പാട്ടൊക്കെ പാടി എന്നും എൻ്റെ ഹസ്ബൻഡിനും ട്രോൾ ചെയ്യുന്ന ശേഷമാണ് കേട്ടോ പിന്നീട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം 21-ാം തീയതി അവിടുത്തെ കല്യാണമായിരുന്നു. ഫുൾ ഡേ വന്നിട്ടുണ്ടായിരുന്നത് റിസപ്ഷൻ പോലെ. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരലും ഒത്തുകൂടലും ഫോട്ടോ എടുക്കലും ഫുഡ് കഴിക്കലും ഒക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. മൂന്ന് ദിവസത്തെ കല്യാണ പ്രോഗ്രാംസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്തുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ പലരിടത്തുനിന്നും കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ഇതിൽ വന്നിട്ടുള്ളത്. വ്ളോഗായി ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഷെയർ ചെയ്യുന്നത് എനിക്കും കൂടെ ഒരു മെമ്മറീസ് എന്നുള്ള രീതിയിലാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം എല്ലാവരുടെയും കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.